നമസ്കാരം കുട്ടികളെ, ഇന്ന് നമുക്ക് വളരെ രസകരമായ ഒരു വിഷയം പഠിക്കാം. ഊഞ്ഞാലാടാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഊഞ്ഞാലാട്ടം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കുട്ടി ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മറ്റേ കുട്ടി 10 ആട്ടമായി എന്ന് പറയുമ്പോൾ ഊഞ്ഞാലിലിരിക്കുന്ന കുട്ടി 5 ആട്ടമേ ആയുള്ളൂ എന്ന് പറയുന്നു. ഇവിടെ ടീച്ചർ രണ്ടാമത്തെ കുട്ടിയെയാണ് ശരിവെക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നറിയാമോ? നമുക്ക് ദോലനം എന്താണെന്ന് നോക്കാം. ഒരു വസ്തു തുലനസ്ഥാനത്തെ അടിസ്ഥാനമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. ഊഞ്ഞാൽ ചലനം ഒരു ദോലനത്തിന് ഉദാഹരണമാണ്. ഊഞ്ഞാലിന്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന ചിത്രത്തിൽ O ആണ് തുലനസ്ഥാനം. A, B എന്നിവ ഊഞ്ഞാൽ സ്വതന്ത്രമായി ദോലനമാരംഭിക്കുന്ന സ്ഥാനങ്ങളാണ്. ഒരു ദോലനം പൂർത്തിയാക്കുന്നത് എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുമ്പോഴാണ്. ഉദാഹരണത്തിന് ഒയിൽ നിന്ന് എയിലെത്തി, അവിടെ നിന്ന് ബിയിലെത്തി തിരികെ ഒയിലെത്തുമ്പോൾ ഒരു ദോലനം പൂർത്തിയാകുന്നു. ഇനി എയിൽ നിന്ന് തുടങ്ങിയാൽ എയിൽ നിന്ന് ബിയിൽ പോയി തിരികെ എയിലെത്തുമ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ എണ്ണിയ ദോലനങ്ങളുടെ എണ്ണം വ്യത്യസ്തമായത്. ഇനി ദോലനവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ്. തുലനസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി. ഇതിനെ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ അഥവാ M ആണ്. 2, പീരിയഡ്. ഒരു ദോലനം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയത്തെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. ഇതിനെ T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരിയഡിന്റെ യൂണിറ്റ് സെക്കൻഡ് അഥവാ S ആണ്. ഉദാഹരണത്തിന്, ഒരു പെൻഡുലം 30 ദോലനങ്ങൾ പൂർത്തിയാക്കാൻ 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡ് എടുക്കുമെങ്കിൽ ഒരു ദോലനം പൂർത്തിയാക്കാൻ 2 സെക്കൻഡ് എടുക്കും. T = 60s/30 = 2. 3, ആവൃത്തി അഥവാ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയെ F എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെർട്സ് ആണ്. പീരിയഡും ആവൃത്തിയും തമ്മിൽ വിപരീത ബന്ധമാണുള്ളത്. അതായത് F = 1/T. ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ ഉണ്ടാകുന്നു എന്നറിയണമെങ്കിൽ 1 മിനിറ്റിൽ 30 ദോലനങ്ങളെങ്കിൽ ഒരു സെക്കൻഡിൽ 30/60 = 0.5 ദോലനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആവൃത്തി 0.5 ഹെർട്സ് ആണ്. 4, സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതിന്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിന്റെ സ്വഭാവം എന്നിവയാണ്. 5, പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് അനുനാദം അഥവാ റെസനൻസ്. കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. ഉദാഹരണത്തിന്, മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ മേശയും കമ്പനം ചെയ്യുന്നത്. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണ ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. ഈ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. റേഡിയോ ട്യൂണിങ്ങിന്, ഗിറ്റാർ, വയലിൻ, വീണ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിൽ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമിടിപ്പ് കേൾക്കുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തരംഗചലനം കൂടുതൽ വിശദമായി പഠിക്കാം.